പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ടാണ് വടക്കൻ കേരളം ഇന്നുണർന്നത്. വയനാടിന്റെ മുറിവായ മുണ്ടക്കയിലും പുഞ്ചമറ്റത്തും അതിഭീകരമായ പ്രകമ്പനവും ശബ്ദവുമുണ്ടായി. രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ആ പ്രകമ്പനം അനുഭവിച്ചറിഞ്ഞു. ആശങ്ക പരന്നു. വലിയ ദുരിതം പേർന്ന നാടിന് ഓരോ ചെറിയ അനക്കവും ആശങ്കയാണ്. കാരണം പേടിയുടെ നിഴൽമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇനിയൊരു ഭാരം താങ്ങാനാകില്ല. ആ നാടിന് കേൾപ്പില്ല. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന വിദഗ്ധർ ആവർത്തിക്കുകയാണ്. ഉരുൾപൊട്ടലിന് ശേഷമുള്ള സ്വാഭാവിക പ്രതിഭാസമെന്ന് സീസ്മോളജി സെന്റർ വ്യക്തമാക്കുന്നു. മുൻകരുതലുകൾ ഞൊടിയിടയിൽ സ്വീകരിച്ചു സർക്കാർ. എങ്കിലും ഉരുണ്ടൊലിച്ചു വന്ന ഭൂമിയുടെ രൗദ്രത അനുഭവിച്ചവർക്ക് അല്പമെങ്കിലും ആശങ്കയുണ്ട്. വിശ്വസിച്ചുറങ്ങിയ കാലുറപ്പിച്ചു നടന്ന ഭൂമി ജീവനെടുക്കുന്നത് കണ്ടു നിന്നവരാണ്. ആശങ്കയുടെ തരിമ്പ് പോലും ബാക്കിയുണ്ടാകരുത്. കാരണം ആ ജനതയ്ക്കത് താങ്ങാനാകില്ല. പ്രകമ്പനം പേടിക്കണോ എന്നതാണ് ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ സി മുരളീധരൻ, പരിസ്ഥിതി ഗവേഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, പാലക്കാട് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു എന്നിവരാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇടയ്ക്കൽ പ്രദേശവാസി സ്മിതയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരിലേക്കൊക്കെ പോകും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി സാനിയോ മനോമിയിലേക്കൊന്ന് പോവുകയാണ്. സാനിയോ, ഇന്ന് രാവിലെ 10:10 ശേഷം നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ ഈ 2 തവണ ഉഗ്രസ്ഫോടനം ഭൂമിയിൽ നിന്നുണ്ടായതും ആ ശബ്ദത്തിന് പിന്നാലെ പ്രകമ്പനം. അതാദ്യം നമ്മൾ വിചാരിച്ചത് ഈ അമ്പലവയൽ പ്രദേശത്ത് മാത്രമാണെന്നാണ്. പക്ഷേ പിന്നീട് സാനിയോ നിൽക്കുന്ന ചൂരൽ മലയിലും അതിൻ്റെ അനുരണനമുണ്ടായി. അവിടെയും ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേൾക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു സാനിയോ ഒരു അനുഭവം? രാവിലെ ബ്രേക്കിംഗ് അവേഴ്സ് സ്മൃതിയുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളെല്ലാവരും, അതായത് മുണ്ടക്കയിൽ ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് ലൈവ് നിൽക്കുന്ന സമയത്താണ് 10:10 ആയിരിക്കുന്നുണ്ടാവും. എൻ്റെ ഫോൺ കണക്ട് ചെയ്ത സമയമായിരുന്നു. ആ സമയത്ത് ക്യാമറമാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഇടിയുടെ ശബ്ദം കേട്ടത്. അതായത് നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്താണ് ഒരു ഇടി മുഴക്കം ഉണ്ടാകാൻ എന്താണ് ഒരു കാരണമെന്ന് യാതൊരു തരത്തിലും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പേടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഉരുൾപൊട്ടലോ മറ്റോ ആണോ എന്ന തരത്തിലുള്ള പേടിയാണ്. അപ്പോൾ അത് ക്യാമറമാനുമായി പങ്കുവെക്കുകയായിരുന്നു. ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്താണത് എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു, ഇത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ശരിയാണ്, ഇടിയുടേതാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ചർച്ച അവിടെ അവസാനിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് ഇത്തരത്തിലുള്ള ശബ്ദം, ഇത്തരത്തിലുള്ളൊരു പ്രകമ്പനവും ഈ അമ്പലവയൽ ഭാഗത്തു നിന്നും നെന്മേനി പഞ്ചായത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആ സമയവും ആ സാഹചര്യവും ഒക്കെ ഓർത്തു നോക്കുമ്പോൾ, അതൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇത് അത് തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്. പക്ഷേ യാതൊരു കുലുക്കമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇടിയുടെ ശബ്ദം 2 തവണ കേൾക്കുന്നു. 10:10 ശേഷം 2 തവണയാണ് അത് കേട്ടത്. നല്ല ഇടിമുഴക്കമാണെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ആളുകളടക്കം അത് പലയിടങ്ങളിലും, ഈ നോർത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അത് അനുഭവപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോടും മുക്കം കൂടരഞ്ഞി ഭാഗങ്ങളിലും അതുപോലെ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈ വയനാട്ടിൽ തന്നെ പലയിടങ്ങളിലും, അതായത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ അത് അനുഭവപ്പെടുന്നു. മാത്രവുമല്ല, അത് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് തന്നെ അത് അനുഭവപ്പെടുന്നതായി നമ്മുടെ ബൈറ്റിൽ അവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അത്തരമൊരു ഭീതി പരത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നതെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി സാനിയോ, നമ്മോടൊപ്പം വിദഗ്ധരാണുള്ളത്. എന്താണ് ഈ പ്രതിഭാസം എന്നറിയേണ്ടതുണ്ട്. ശ്രീ സി മുരളീധരൻ, ഇതിപ്പോൾ ഭൂമി കുലുക്കമല്ല, ഭൂചലനമല്ല എന്ന രാവിലെ തന്നെ അത് തെളിയുന്നുണ്ട്. അത് സീസ്മോളജി വിഭാഗം മേധാവി തന്നെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഭൂചലനമല്ല. ഈ ഉരുൾപൊട്ടലുണ്ടായാൽ അതിനുശേഷം ഉണ്ടാകുന്നൊരു പ്രതിഭാസം, മണ്ണിനടിയിൽ മണ്ണ് ഇളക്കമുണ്ടാകുന്നു, മണ്ണിൻ്റെ ബലം കുറയുന്നു, അതൊക്കെ കാരണമുണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ പ്രതിഭാസത്തിനൊരു പേരുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് അവിടെയാണല്ലോ ഉണ്ടാകേണ്ടത്. ഈ അമ്പലവയൽ പ്രദേശം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തു നിന്നും 10-20 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെയാണ് ഈ വലിയ ശബ്ദം, അത്ര ആഘാതത്തോടുകൂടി ആ ശബ്ദം കേൾക്കുകയും പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു. പ്രകമ്പനം വീടുകൾക്കൊന്നും നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സത്യം അവിടെ നിൽക്കുമ്പോഴും ആ ശബ്ദം അത്ര ഉറച്ചു കേട്ടത് അവിടെയാണ്. പിന്നെയാണ് അത് വിവിധ ജില്ലകളിൽ അതുപോലെ കേട്ടു. കോഴിക്കോട്ടെ മലയോര പ്രദേശങ്ങൾ, മലപ്പുറത്ത്, പാലക്കാട്, തൃശ്ശൂർ, ഇവിടെയൊക്കെ ഉണ്ടായ അതേ സമയത്തൊന്ന് കേൾക്കുന്നു. ഇതൊരൊറ്റ സ്ഥലത്തു നിന്ന് കേട്ട ശബ്ദമാണോ അതോ പലയിടത്തായി ഉണ്ടായതാണോ? എന്താണ് ഇതിനെ വിളിക്കേണ്ടത് ശ്രീ സി മുരളീധരൻ?
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടുവെന്ന് ജനങ്ങൾ പറയുന്നത് ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം കേരളം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം സീസ്മിക് സോൺ 2 വരുന്നത്. 2 പറയുമ്പോൾ റിക്ടർ സ്കെയിലിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5.5 വരെ ഉള്ള എർത്ത് ഉണ്ടാകാം. ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഈ പ്രതിഭാസം കണ്ടതിന് ശേഷം ഞാൻ നാഷണൽ സെൻറ്റർ ഫോർ സിസ്മോളജി സെൻറ്റർ അവരുടെ വെബ്സൈറ്റിൽ നോക്കി. ഇന്ന് രാവിലെ 9:59 അനുഭവപ്പെട്ട ഭൂകമ്പം പോലും 3.4ഉം 5.5ഉം അനുഭവപ്പെട്ട ഗ്ലോബലി അനുഭവപ്പെട്ട എർത്ത് പോലും അവർ ഫോർകാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ബുള്ളറ്റിലുണ്ട്. എന്നാൽ ഈ അമ്പലവയലിലും ഈ മുണ്ടക്കൈ ഭാഗത്തും കോഴിക്കോടിൻ്റെ ഭാഗത്തും ഉണ്ടായ ഈ ഇടിമുഴക്കം പോലുള്ള ശബ്ദം അത് ഒരു സീസ്മിക് ആക്ടിവിറ്റിയുടെ അല്ല എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമല്ല ഇവിടെ ഉണ്ടായത്. ഇത് തികച്ചും ഭൂചലനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഭൂമിയിൽ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന മർദ്ദത്തെ റിലീസ് ചെയ്യുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിൽ ഇതേപോലെ സൗണ്ട് ഉണ്ടായി. അത് ഏതാണ്ട് 2.5 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ആണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നാൽ ഈ 2.2 താഴോട്ടുള്ള എർത്ത് അത് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല, ഈ സിസ്മോഗ്രാമിൽ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് എർത്ത് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് എർത്ത് എന്ന് പറയുന്നതിന് കാരണം ശ്രീ മുരളീധരൻ, ഇതിപ്പോൾ ഈ ഭൂകമ്പ മാപനികളിൽ ഒന്നിലും തന്നെ ഈ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ മിനിസ്റ്റർ കട്ടായിരിക്കുന്നു, താങ്കൾ പറഞ്ഞോളൂ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തുകൊണ്ടാണ് രേഖപ്പെടുത്തപ്പെടാത്തത്? എന്നാൽ എല്ലാ ഭൂകമ്പ മാപനിയിൽ റെക്കോർഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് നമ്മൾ പാനിക്കാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശം സീസ്മിക് സോൺ 2 വരുന്നത്. അവിടെ ഒരു വലിയ ഒരു മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് ഉണ്ടാകത്തില്ല. ഇത് ഭൂമിയിൽ അടിഞ്ഞുകൂടിയ മർദ്ദം റിലീസ് ചെയ്ത ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ ശ്രീ സി മുരളീധരൻ, അത് ഈ ഉരുൾപൊട്ടലിന്റെ തുടർച്ച, അതിന്റെ തുടർ പ്രതിഭാസമായിട്ടാണ് വിശദീകരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അത് വയനാട്ടിൽ ഒതുങ്ങിയില്ല, മറ്റു ജില്ലകളിലേക്കും? ഇല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഇത് ഉരുൾപൊട്ടലിന്റെ പ്രതിഭാസമായിട്ട് ഞാൻ പറയുന്നില്ല. ഇത് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കൊരു ലീനിമെന്റ് മാപ്പുണ്ട്. അത് 3 ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് നമ്മുടെ സൗത്ത് വെസ്റ്റ്, താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് ഈ പോയിന്റ്സ് പറയാം, താങ്കളിലേക്ക് വരാം. മന്ത്രിയിലേക്ക് പോവുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ ആ ഉഗ്ര ശബ്ദവുമായി ബന്ധപ്പെട്ട വിഷയം, അത് വയനാട് ജില്ലയിൽ അമ്പലവയലിൽ ആശങ്ക പടർത്തി. പിന്നീട് അത് വിവിധ ജില്ലകളിലേക്ക്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ അടക്കം ജില്ലകളിൽ അതേ സമയത്ത് തന്നെ ആ ശബ്ദം കേട്ടു, പ്രകമ്പനമുണ്ടായി എന്ന് കേൾക്കുന്നു. എന്താണ് സർക്കാർ ഇപ്പോൾ ഒടുവിൽ അതിനെ വിലയിരുത്തുന്നത്? ഇത് ഒരു തരത്തിലുള്ള ഭൂചലനം തന്നെയാണ്, രേഖപ്പെടുത്താത്ത ഭൂചലനം എന്നുകൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ വിലയിരുത്തുന്നുണ്ട്. എന്താണ് മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലും വലിയ ശബ്ദത്തോടു കൂടിയ ഒരു ഒരു നീക്കമാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽ, ഒരു ചെറിയ വിറയലാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാഭാവികമായും ഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായതാണെന്നും
അല്ലെന്നുള്ള അഭിപ്രായം നമ്മളിവിടെ കേട്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മളെ പോലുള്ളവർക്ക് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശരിയായ ഒരു ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകമാണ് ഇത് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും നിഗമനങ്ങളിൽ എത്തുന്നതിനും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും സംവിധാനങ്ങളുണ്ട്. അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യം ഇത് ഭൂകമ്പമല്ല എന്നാണ്. എന്നാൽ എല്ലാവരും ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കുന്നത് വിദഗ്ധന്മാരുടെ പരിശോധനയും നിഗമനങ്ങളുമാണ്. എന്നാൽ ആശങ്കയിൽപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ടതും യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സുരക്ഷാ പരിപാടികൾ നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിതാന്ത ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകാനാണ് ഈ ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ, ഈ നിതാന്ത ജാഗ്രത എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഒരു കേസ് എടുത്തിരുന്നല്ലോ. കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിക്കുകയാണ്. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം നടത്തണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ നമ്മുടെ പരിസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിലേക്കൊക്കെ സർക്കാർ എത്തേണ്ട സമയമായില്ലേ മിനിസ്റ്റർ? അല്ല, ബഹുമാനപ്പെട്ട കോടതി സ്വമേധയാ കേസെടുത്ത് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ പോലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകമായി ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുമെന്ന് താങ്കളും കരുതുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപയോഗം സംബന്ധിച്ചും ആഗോള താപനം ഉൾപ്പെടെയുള്ള സർവദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രതിബന്ധങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിൽ നാം കാണിക്കുന്ന ഉദാസീനതയും ഭൂമിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള മനുഷ്യന്റെ ആഗ്രഹവും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പലതരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അതാണ് ഞാൻ ചോദിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുതിയ നിലപാടിലേക്ക്, ഒരു പരിസ്ഥിതി അനുകൂല നിലപാടിലേക്ക്, അതായത് നേരത്തെ എടുത്തതിൽ നിന്ന് കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ സമീപിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി കൂടി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അതിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം. തീർച്ചയായും ഭരണകൂടങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എല്ലാ വശങ്ങളും ആലോചിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പ്രകൃതിയെ സംരക്ഷിക്കുക, വികസന പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടക്കുക തുടങ്ങിയ നടപടികളെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു പുതിയ വികസന നയവും തന്ത്രവും രാഷ്ട്രം തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ശരി, ഞാനങ്ങനെ പറയാൻ പ്രത്യേകമായിട്ടൊരു കാരണം, ഖനനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് മറികടക്കാൻ കേന്ദ്രം ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മണ്ണെടുക്കുന്നതും പാറ പൊട്ടിക്കുന്നതും അതിനാവശ്യമായ അനുവാദം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം ആവശ്യമില്ല എന്നാണ്. ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ആരും, ഞാൻ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുകയില്ല, നാം ആരും അതിന്റെ ഗൗരവം ആലോചിക്കുന്നില്ല എന്ന പക്ഷത്തോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ വികസന തന്ത്രങ്ങൾ പ്രകൃതി വിരുദ്ധമാകാൻ പാടില്ല എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ സർക്കാരിന്റെ അത്തരം നീക്കങ്ങളുമായി സഹകരിക്കണം.
പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ശരി, കർഷക താല്പര്യം ഉയർത്തിപ്പിടിച്ച് അതിനെ എതിർക്കുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു സമീപനം സ്വീകരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഉപദേശമായി, നിർദ്ദേശമായി, സംഭവമായി ഈ പ്രശ്നത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ശരി, ദുരന്തത്തിൽ നിന്നും പാഠം പഠിച്ച് ഈ അവസരം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം സർക്കാർ എത്തിയിരിക്കുന്നു ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. ഗൗരവത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകാനും ഈ ഘട്ടം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശരി, വളരെ നന്ദി. വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും കൃഷി സംരക്ഷണവും എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ ദിശാബോധത്തോടുള്ള പ്രവർത്തനത്തെ അനിവാര്യമാണെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്നതില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾക്ക്, ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ശരി, മുൻഗണന നൽകി തീരുമാനിക്കേണ്ടത് എന്ന വസ്തുത കൂടി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ കെ ശശീന്ദ്രൻ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും ശ്രീ സി മുരളീധരനിലേക്ക് പോകുന്നു. ശ്രീ സി മുരളീധരൻ, താങ്കൾ പറഞ്ഞത് തുടരാം. ഇത് ഭൂചലനം, ഭൂകമ്പ മാപിനിയിൽ രേഖപ്പെടുത്താത്ത തരം ഭൂചലനം എന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അതെ 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 കാരണം നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് കടൽത്തീരം അതിൻ്റെ തൊട്ട് മുകളിൽ ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ വിട്ടിൽ നമുക്ക് ഒരു സെഡിമെൻ്ററി റോക്സ് ഉണ്ട്. അത് ഒരു പ്ലീസ്റ്റോസീൻ ഓറയിലുണ്ടായ റോക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റേൺ റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം പ്രീകേംബ്രിയൻ പ്രീകേംബ്രിയൻ സമയത്തുണ്ടായ റോക്കുകളാണ് നമ്മുടെ ഈസ്റ്റേൺ പോർഷൻസിലോട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അതൊരു ഷീൽഡ് ഏരിയയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഒരു 80% കൂടുതൽ ഏരിയയും ഉൾക്കൊള്ളുന്നത് ഷീൽഡ് ഏരിയയാണ്. ഷീൽഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ടോണിക്കലി ഇനാക്റ്റീവ് ഏരിയ എന്നാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും കേരളത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈരാറ്റുപേട്ട എർത്ത്, അതേപോലെ തന്നെ കൊട്ടുളി എർത്ത്, അങ്ങനെ പറയുന്ന കുറേ എർത്ത് നമ്മുടെ ഭൂകമ്പ ചരിത്രത്തിലുണ്ട്. കേരളത്തിൻ്റെ അതെല്ലാം മാക്സിമം 5.5 മാഗ്നിറ്റ്യൂഡുണ്ടായ റിച്ചർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ്. ഇതൊന്നും ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങളില്ല. മാക്സിമം ഒരു RCC ബിൽഡിങ്ങിൽ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യും. ഒരു മഡ് ഹൗസ് ചിലപ്പോൾ ഒടിഞ്ഞു വീഴുന്നിരിക്കാം. അലമാരിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ തട്ടി താഴെ വീഴുന്നിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കേരളത്തിലുള്ളൂ. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത് പറയുന്ന ഈ ശബ്ദം മർദ്ദം റിലീസ് ചെയ്തതാണ് എന്നുള്ളതിന് കാരണം ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രതിഭാസം പറയാമായിരുന്നു. ഇത് സെയിം സമയത്ത് തന്നെ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അനുഭവപ്പെട്ടു. ഇതെല്ലാം നോക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ ഈ ലീനിയമെൻ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ലീനിയമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ട്രെൻഡിങ്, പിന്നെ ഒന്ന് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ട്രെൻഡിങ്, ഒന്ന് ഈസ്റ്റ് വെസ്റ്റ് ട്രെൻഡിങ്. ഇതെല്ലാം വീക്ക് സോൺസുകളാണ്. അവിടെയെല്ലാം മർദ്ദം അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷീൽഡ് ഏരിയ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള മർദ്ദം അക്യുമുലേറ്റ് ചെയ്യാതെ തന്നെ ഈ ലീനിയമെൻ്റ് സോണിൽ കൂടെ ഇത് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ സൗണ്ടുകൾ ഉണ്ടാവുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഈ ഭൂകമ്പ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം പ്രതിഭാസം നമ്മളിവിടെ പല സന്ദർഭങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വയനാട്ടിലേത് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ ദുരന്തമായതുകൊണ്ടാണ് അതിന്റെ ഒരു ഭീതി അവിടെ നിൽക്കുന്നത്. ഞാൻ വരാം ശ്രീ മുരളീധരൻ.
ആദ്യം ഒന്ന് ഞാൻ അതെ ഇത് ഭീതി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ ഭൂകമ്പത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ കേരളത്തിലെ ആൾക്കാർ ഭൂകമ്പത്തിന്റെ ഒരു ഹസാർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ അതാണ് ഇപ്പോൾ കേൾക്കാൻ വയനാട് ആഗ്രഹിക്കുന്നത്. ഏതായാലും അത് തന്നെയാണ് ശ്രീ മുരളീധരൻ. ഞാനൊന്ന് സ്മിതയിലേക്ക് പോകുന്നു. ഇടയ്ക്കൽ പ്രദേശവാസിയാണ് സ്മിത. ഇന്ന് രാവിലെ 10:10 ഒരു ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടു, പിന്നീട് ഒരു തുടർ ശബ്ദം കേട്ടു. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. സ്മിതയുടെ അനുഭവം എന്താണ്? ഒരു 10 മണിക്ക് ശേഷമാണ് നമ്മളിവിടെ വലിയൊരു സൗണ്ട് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് എന്തോ ശക്തിയായി വന്ന് വീഴുന്ന പോലത്തെ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് മുകളിൽ എന്തോ വീണതാണെന്ന് വിചാരിച്ച് വാർക്കയുടെ മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ ടെറസിൻ്റെ മുകളിലൊന്നും വീണതായിട്ട് കണ്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ലാതെ താഴേക്ക് വന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് അറിയുന്നത്, പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അനുഭവപ്പെട്ട എല്ലാ വീടുകളിലും ഇത് ഇങ്ങനെയൊരു സൗണ്ട് ഉണ്ടായതും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും മെസ്സേജുകളും ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. ശബ്ദം മാത്രമായിരുന്നു, ഒരു കുലുക്കമുണ്ടായോ? അങ്ങനെ പലരും പറയുന്നു. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ചെറുതായിട്ട് പാത്രങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. ചിലരുടെ ജനല് വന്നിട്ട് ഇങ്ങനെ അടിച്ചൊരു സൗണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകൾ, നമ്മുടെ സൗണ്ട് മാത്രമാണ് കാര്യമായിട്ട് കേട്ടത്. വേറെ പ്രത്യേകിച്ച് ആയിട്ട് ഇടിവെട്ടുന്ന ശബ്ദം പോലെ ആയിരുന്നോ? അങ്ങനെ നിൽക്കുന്നു. ഇടിവെട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെട്ടത്. ചിലർക്കത് ഇടിവെട്ടുന്നതായിട്ട് തോന്നി, ചിലർക്കത് എന്തോ വന്ന് വീഴുന്നതായിട്ടുള്ള ഇതാ തോന്നി, ചിലർക്ക് നിലത്തുനിന്ന് ഇങ്ങനെ തരിപ്പ് കയറുന്ന പോലെ തോന്നി. അങ്ങനെ പല രീതിയിലാണ് പലർക്കും അനുഭവപ്പെട്ടത്. ചിലർക്ക് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരത്തേക്ക്. അങ്ങനെയും ചിലർ അനുഭവം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സ്മിത, ഇപ്പോൾ ഇടയ്ക്കൽ ഈ ശബ്ദം നന്നായി കേട്ട പ്രദേശത്ത് നിന്ന് തന്നെയാണ് സ്മിത വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ തുടരുകയാണോ? കുറേ പേരെങ്കിലും അമ്പലവയലിൽ കുറേ പേരെങ്കിലും ക്യാമ്പിലേക്ക് മാറിയെന്ന് പറയുന്നു. ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആശങ്കയുള്ളവർക്ക് മാറാം എന്നൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ തുടരുകയാണ് അല്ലേ? ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെ എല്ലാവരും തന്നെ മാറി. ഒരുപാട് വീട്ടുകാർ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ബന്ധു വീടുകളിലേക്കും അങ്ങ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ക്യാമ്പിലേക്ക് പോയതായിട്ട് എനിക്ക് അറിവില്ല. ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. അമ്പലവേലി സ്കൂള്, ഹൈസ്കൂള് അതിന് വേണ്ടിയിട്ട് ക്യാമ്പിനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകേണ്ടവർക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ബന്ധു വീടുകളിൽ കൂടിയാണ് പോയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ളവർ, ഞങ്ങൾ കുറഞ്ഞ വീട്ടുകാർ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് നമുക്ക് നോക്കിയിട്ട് പോകാൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ബാഗുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രേഖകളും അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ പോകാൻ പാകത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും പോയി. ഒരു 2 ദിവസത്തേക്കാണെങ്കിലും മാറി നിന്നിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്നിട്ട് നിങ്ങൾ 2 ദിവസത്തേക്ക് തൽക്കാലം മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ മാറി നിൽക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാവരും മാറിയത് ഇവിടുന്ന്. ഇപ്പോൾ എന്തായാലും ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമായല്ലോ. ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരും വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. സ്മിത, ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ സർക്കാരും അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഭയക്കാനൊന്നുമില്ല, അതൊരു ഭൂകമ്പമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? പിന്നെ ഈ യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കയുടെ പശ്ചാത്തലത്തിലല്ലേ ഇത്ര ഒരു ഭീതി ഉണ്ടായത്? അല്ലെങ്കിൽ ഒരു ശബ്ദം വരുമ്പോൾ ഇത്ര ഭയക്കില്ലല്ലോ സാധാരണഗതിയിൽ. ഭീതി ഉണ്ടായത് ഭയക്കില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും ഇത് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പേടി കുറവുണ്ട്. അത് മാത്രം ഈ സൗണ്ട് കേട്ടെന്ന് പറയുമ്പോൾ മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ സംഭവിച്ചത് ഞങ്ങളുടെ എവിടെയും സംഭവിക്കാൻ പോകുകയാണോ, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഭീതി കുറവുണ്ട്. ഈ ഞങ്ങളുടെ വീടിൻ്റെ ബേക്കുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ റിസോർട്ടുകളും ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കാനിരുന്നത്. പേടി പ്രദേശവാസികൾക്കാണ്. അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടോ? അങ്ങനെയൊക്കെ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. അതായിരിക്കാം കാരണം എന്നുള്ള മട്ടിൽ അങ്ങനെയും ചിലർ സംശയിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരുപാട് റിസോർട്ടുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് കുളങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭീഷണിയാണ് ശരിക്കും. അതൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും തന്നെ പോകുന്ന രീതിയാണ്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടതാണ്. എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച, ഒരു മീറ്റിംഗ് ഒക്കെ കൂടാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായത്.
അങ്ങനെ പഞ്ചായത്ത് അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭീതി ഉണ്ട് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും. ഈ പഞ്ചായത്ത് അധികൃതരൊക്കെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നല്ലോ, സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ആശങ്ക പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ എല്ലാവരും വന്നു പഞ്ചായത്ത്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറഞ്ഞത്? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല, കൂടുതലായിട്ട് അറിയത്തില്ല അതിനെക്കുറിച്ച്. ശരി, ഞാൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോകുന്നു. പരിസ്ഥിതി ഗവേഷകനാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ശ്രീ സി മുരളീധരൻ പറഞ്ഞ വാദങ്ങൾ, അതേ അഭിപ്രായങ്ങൾ തന്നെയാണോ താങ്കൾക്കുമുള്ളത്? അത് ഒരു തരത്തിലുള്ള ഭൂചലനമാണ്, പക്ഷേ അത് ഭൂകമ്പ മാപനിയിൽ രേഖപ്പെടുത്തില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഒരു മർദ്ദമുണ്ടാവുക, അതായത് ഉരുൾപൊട്ടലിന് ശേഷം ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു മർദ്ദമുണ്ടാവുക സ്വാഭാവികമാണ് എന്ന വിലയിരുത്തലാണ്. അതാണോ താങ്കളുടെ മനസ്സിലാക്കൽ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാന കാര്യം, റിച്ചർ സ്കെയിലിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഭൂകമ്പത്തിൻ്റെ ഒരു പട്ടികയിലേക്ക് ഇത് വരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുരളീധരൻ സാർ പറയുന്നു ഇതൊരു ചലനമാണ്, ഒരു ശബ്ദമൊക്കെ ഉണ്ടായല്ലോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് മാനവരാശിയും നമ്മൾ കേരളീയരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ താമസിക്കുന്നത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും താമസിക്കുന്നത് ഈ ഭൂമിയിൽ ചലനമുള്ളൊരു ഭൂമിയിൽ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഞാൻ വളരെ ലളിതമായി പറയാം, വളരെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലാവയുടെയും ഒരുപാട് ഗ്യാസുകളുടെയും ചൂടിൻ്റെയും മർദ്ദത്തിൻ്റെയൊക്കെ മുകളിലാണ് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കടൽ മാത്രമല്ല, ഭൂമിക്ക് അടിയിലോട്ട് പോകുമ്പോഴുള്ള കാര്യം ഞാനീ പറയുന്നത്. കോറും മാൻഡിലും അതുപോലെ തന്നെ അതിനകത്തുള്ള ഇന്നർ പ്രദേശമൊക്കെ ഭൂമിക്ക് ഉൾക്കാമ്പലിലെ പ്രദേശത്തൊക്കെ ധാരാളം ചൂടും മർദ്ദമൊക്കെ ഉള്ളതാണ്. അവൻ എപ്പോഴും ഭൂമിയിലേക്ക് പുറത്തേക്ക് അഗ്നിപർവ്വത്തിൻ്റെ രൂപത്തിൽ, ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ, പല രൂപത്തിൽ അവൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അത് ശല്യം ചെയ്യും. മഴ പെയ്യുന്നതാണ് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു സഹോദരി ചോദിച്ചു ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പേടി. ശക്തമായ മഴ വന്നാൽ മാത്രമേ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ശക്തമായ മഴ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ചരിഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ, ശക്തമായ മഴ വരികയാണെങ്കിൽ, അവിടെ ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരുപാട് കണ്ടീഷനുണ്ട് ഉരുൾപൊട്ടലിന്. അത് വേറൊരു കാര്യം. ഇത് ഭൂകമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇതൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളുണ്ടത്. അതേസമയം മറ്റ് പല സ്ഥലങ്ങളിലുമാണെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ഉള്ളതായിരുന്നെങ്കിൽ ഈ വീടുകളുടെ ചുവരുകളൊക്കെ പൊട്ടിപ്പോകുമായിരുന്നു. കിണറൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ട്. വീടുകളുടെ ചുവര് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സിംറ്റംസൊക്കെ കാണിക്കും. പിന്നെ റിച്ചർ സ്കെയിലും ഇത് കാണിക്കും. എന്തായാലും സിസ്മോളജി ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നു, സെൻറ്ററും പറയുന്നു, വിദഗ്ധരെല്ലാം ഇത് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മുരളീധരൻ സാറിനോട് ഉള്ള എനിക്കുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ എൻ്റെ ഒരു അക്കാഡമിക് ഒബ്സർവേഷൻ, കേരളം ഇപ്പോൾ ലെവൽ 3 കിടക്കുന്നത് സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തല്ല നമ്മൾ കിടക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ സ്വാധീനം ഭാവിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. കാരണം ഭൂമിയുടെ ചലനവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഭൂമിയുടെ കിടപ്പും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ യാതൊരു പേടിയുടെയും പ്രശ്നമില്ല എന്നാണ് എല്ലാ വിദഗ്ധരും പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് പറഞ്ഞു, എല്ലാവരും പറയുന്നു. ഭൂകമ്പത്തിൻ്റെ നമ്മൾ പറയുന്ന സോക്കാൾഡ് ഭൂകമ്പത്തിൻ്റെ വലിയ ഡെഫിനിഷനിലേക്ക് ഇത് വന്നിട്ടില്ല. റിച്ചർ സ്കെയിലിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയുടെ ഒരു കുലുക്കമായിട്ടോ ഒരു പ്രകമ്പനമായിട്ടോ എന്ന് തീരുമാനിക്കാം. താങ്കൾ പൂർത്തിയായിക്കോളൂ. അതെ, അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ മുരളി സാർ എന്തോ കൈ ഉയർത്തുന്നു, അങ്ങനെ അതും കൂടെ കേട്ടിട്ട് ഞാൻ. ശരി, ശ്രീ മുരളീധരൻ പറഞ്ഞോളൂ. നേരത്തെ എനിക്ക് മുമ്പ് പറഞ്ഞ വ്യക്തി പറഞ്ഞത് ഈ റിച്ചർ സ്കെയിൽ അല്ല, നമ്മൾ സീസ്മിക് സോൺ 3 ഈ കേരളം കിടക്കുന്നത്. അല്ല, കേരളം ഉൾപ്പെടുത്ത പ്രദേശം നമ്മൾ സോൺ 2 കിടക്കുന്നത്. 2 മാക്സിമം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഭൂകമ്പങ്ങൾ 5.5 ആണ്. 5.5 എന്ന് പറയുമ്പോൾ വലിയ ഒരു ഡാമേജിങ് ഈവൻറ്റ്സ് ഉണ്ടാക്കത്തില്ല. നേരത്തെ പുള്ളി പറഞ്ഞത് എൻ്റെ 1-2 കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അല്ല, അപ്പോൾ ഒരു സംശയമുണ്ട് സാർ. അപ്പോൾ ഒരു സംശയം. ഒരു മിനിറ്റ്, ശ്രീ മുരളീധരൻ ഒന്ന് കേൾക്കോ? ശ്രീ സുഭാഷ് പറഞ്ഞോളൂ. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കുന്നത്, നമ്മൾ കേരളത്തിൻ്റെ ഈ റീജിയൻ കിടക്കുന്നത് ഈ ലെവൽ 2, ലെവൽ 3 ആയിക്കോട്ടെ, അതേതായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് പ്രദേശങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ഇതിൽ ലീനിയൻമെൻറ്റ് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെ സ്വാധീനം നമുക്ക് ഭാവിയിൽ വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുമോ?
മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടാണ് ഈ ഭൂകമ്പ സൊണേഷൻ ചെയ്തിരിക്കുന്നത്, ഭൂകമ്പത്തിൻ്റെ സൊണേഷൻ ചെയ്തിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈവൻ ഹിസ്റ്റോറിക്കലും ഈ ഇവൻറ്റ്സുകളും എല്ലാം എടുത്തിട്ടാണ് ഈ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഇതുവരെ 5 പോയിന്റ് അപ്പുറത്തോട്ട് ഒരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത് നേരത്തെ ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇപ്പോൾ കേരളം ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഒരു ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആണ്. അത് പ്രീ കേബിറൽ സമയത്തുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ഈ ടെക്ടോണിക്കലി ആൾമോസ്റ്റ് ഇനാക്റ്റീവാണ്, ആൾമോസ്റ്റ് സ്റ്റേബിലൈസ് ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ ഹിമാലയം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റും ടിബറ്റൻ പ്ലേറ്റും കൂട്ടിയിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഹിമാലയം ഉണ്ടായിരിക്കുന്നത്. ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ യംഗസ്റ്റ് മൗണ്ടൻ റീജിയനാണ്. അപ്പോൾ ഹിമാലയം അത് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഹിമാലയം റീജിയണിലും നോർത്ത് ഈസ്റ്റേൺ റീജിയണിലും വെസ്റ്റേൺ റീജിയനിലാണ് ഭൂകമ്പങ്ങൾ നമുക്ക് മാക്സിമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് സൗത്തിലോട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കർണാടകയ്ക്ക് താഴോട്ട് ഭൂകമ്പങ്ങൾ അങ്ങനെ ഇതുവരെ വലിയ ഈവൻറ്റ്സുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ടെക്ടോണിക്കൽ ഈവൻറ്റ്സിൽ അല്ലെങ്കിൽ ടെക്ടോണിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പ്ലേറ്റ് ഏതാണ്ട് 48 മില്ലിമീറ്റർ പെർ ഇയറാണ് വടക്കോട്ട് നീങ്ങുന്നത്. ഈ വീങ്ങുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നീങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഐസോസസി പറയണം, ഭൂമിയിലുണ്ടാകുന്ന ഈ സൈക്കിള് പറയണം. ഇന്ന് മർദ്ദങ്ങൾ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലീനിമെൻസിലാണ് അത് ഒരു വീക്ക് സോൺസ് ആണ്. അവിടെയാണ് ഈ മർദ്ദങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഈ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ ഹൈ റോക്ക് ഇങ്ങനെ വിണ്ട് കീറി ഇരിക്കുന്നതല്ല, ഒരു ചെറിയ ലീനിമെൻസ് സോൺസ് ഉണ്ട്, അത് വീക്ക് സോൺസ് ആണ്. അവിടെ കൂടെ ഇത് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേരളം ഇതുവരെ ഭൂകമ്പ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേരളം ഒരു സേഫസ്റ്റ് സോണാണെന്നാണ്. അത് ഉണ്ടാകില്ല എന്ന് നിൽക്കുന്നു. ശ്രീ ചന്ദ്രബാബു, ഇന്നിപ്പോൾ ഉണ്ടായ അമ്പലവയലുണ്ടായ പ്രകമ്പനം അത് പാലക്കാടും കേട്ടു. പാലക്കാട് അലനല്ലൂർ കുഞ്ഞിക്കുളത്താണ് ഇതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായതെന്ന് കേൾക്കുന്നു. താങ്കളിപ്പോൾ പാലക്കാട് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്താണ് അവിടെ അനുഭവപ്പെട്ടത്? ചളവറ പഞ്ചായത്തിൽ ചില പ്രദേശങ്ങളിൽ രാവിലെ 10:10 ഒരു വലിയ മുഴക്കം അനുഭവപ്പെട്ടു എന്നാണ് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ മുഴക്കം അനുഭവപ്പെട്ടു എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. പക്ഷേ അവിടെ അത്തരത്തിലൊരു മുഴക്കം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ പിന്നീട് 10:10 ശേഷം പലരും ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു വലിയ മുഴക്കം അനുഭവപ്പെട്ടു, ജനാലകൾ വന്നടഞ്ഞു എന്ന രൂപത്തിലൊക്കെ തന്നെ പലരും വിളിച്ചു പറയുകയുണ്ടായി. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളായ അനങ്ങനടി, വാണിയംകുളം, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, ഇവിടെയൊക്കെ ചില പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ശബ്ദം കേട്ടതായി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനൊന്നുമല്ല. ഇവിടെ മുരളീധരൻ സാറും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് സാറും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് തോന്നുന്നത് ഇത് വയനാട്ടിലുണ്ടായ ഭൂമി കുലുക്കവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഒരേ സമയത്താണ് വയനാട്ടിലും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാട്ടുമൊക്കെ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ പ്രതിഭാസം അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങളും പരിശോധനകളും നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഞങ്ങളുടെ പ്രദേശമെന്ന് പറയുന്നത് മുമ്പ് പലതവണ
ചെറുതും വലുതുമായിട്ടുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം, വരവൂർ, ആറങ്ങോട്ടുകര തുടങ്ങിയ ആ സ്ഥലത്തോട് അധികം ദൂരത്തിൽ കിടക്കാത്ത, അത്ര ദൂരമൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്, തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പം അതുകൊണ്ട് ആളുകൾ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് കൂടുതൽ ഗൗരവമായ പഠനങ്ങൾ നടത്തി ആശങ്ക ദൂരീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെയുണ്ടോ? ഹലോ, ശ്രീ ചന്ദ്രബാബു. പറയൂ. ഞാൻ ചോദിച്ചത് അവിടെ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ സ്ഥലത്തുണ്ടോ? ഇല്ല, ഈ അത്തരത്തിലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്ത ശുദ്ധ നാട്ടിൻപുറമാണ് ഈ ചളവറ എന്ന് പറയുന്ന പ്രദേശം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് അനങ്ങന്മല എന്ന് പറയുന്ന വലിയ മല. മറ്റേ ഒറ്റപ്പാലത്തു നിന്നും ചെർപ്പളശ്ശേരിക്ക് പോകുന്ന വഴിക്ക് കാണുന്ന മല. ആ മലയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ ജനകീയമായ പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഏതാണ്ടൊരു 10 കിലോമീറ്ററിലധികം ദൂരെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ചളവറ. ഈ ഈ മുഴക്കം അനുഭവപ്പെട്ട പ്രദേശങ്ങൾ 10 കിലോമീറ്റർ പക്ഷേ ഒരു ദൂരമല്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും കേൾക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ മുരളീധരൻ, ഇപ്പോൾ ഈ പ്രകമ്പനമുണ്ടായ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഭൗമശാസ്ത്രപരമായ ഘടകമുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീനിയമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. അതൊരു ലീനിയർ പാറ്റേണിലാണ് കാണുന്നത്. ഞാനത് പ്ലോട്ട് ചെയ്ത് കുറച്ച് പ്ലോട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തെ ഒരു ലീനിയർ പാറ്റേണിൽ അത് വരുന്നുണ്ട്. നേരത്തെ ഇടയ്ക്കൽ നിന്ന് സംസാരിച്ച ശ്രീമതി മിത, ഈ ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു നായിഡു അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ചിലർക്ക് വലിയ മുഴക്കം കേട്ടു, ചിലർക്ക് കാലിൽ കൂടെ ഒരു തരിപ്പ് വന്നു, ചിലർക്ക് അലമാരിൽ നിന്നും കുലുങ്ങി പാത്രങ്ങൾ താഴെ വീഴുന്ന സൗണ്ട് കേട്ടു, ചിലർക്ക് ജനാല കൂട്ടിയിടിക്കുന്ന സൗണ്ട് കേട്ടു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഒരു മൂവ്മെൻ്റാണ്. ഈ കാലിക്കൂടെ ഒരു തരിപ്പ് വന്നു എന്നൊക്കെ പറയുന്നത് ഒരു മൂവ്മെൻറ്റ്, ഭൂമിയിൽ ഒരു മൂവ്മെൻറ്റ് നടന്നു എന്നുള്ളതിന് സംശയലേശം എന്നെ പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. എന്നാൽ എർത്ത് ഉണ്ടാകുന്നത് ഭൂമിയുടെ എത്രയോ കിലോമീറ്റർ താഴെയാണ് ആ മർദ്ദം ജനറേറ്റ് ചെയ്യുന്നത്. എത്രയോ കിലോമീറ്റർ താഴെ നിന്നാണ് ആ മർദ്ദം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണ്. മുണ്ടക്കൈയിലുണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടലാണ്. അതിനുശേഷമാണ് ഈ ഇതുണ്ടായത്. എന്താ പറയാൻ, ആക്സിഡൻ്റലി ഇങ്ങനെ ഉണ്ടായി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനായിട്ട് കോറിലേറ്റ്. അപ്പോൾ ഉരുൾപൊട്ടലിന്റെ തുടർച്ചയല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് ശ്രീ മുരളീധരൻ? ഉരുൾപൊട്ടലിന്റെ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല. അതിന് തുടർച്ചയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിഭാസം അത് വേറെ പ്രതിഭാസം, ഇത് വേറെ പ്രതിഭാസം. രണ്ടും രണ്ടാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, മുണ്ടക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉരുൾപൊട്ടലാണ് ആ ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം ഒരു 10 മീറ്റർ മാക്സിമം അതിൻ്റെ ഡെപ്ത് പോയിട്ടുള്ളൂ. പക്ഷേ ഈ ഭൂകമ്പം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന കിലോമീറ്ററുകൾ താഴെയാണ്. അപ്പോൾ കിലോമീറ്ററിൽ ഒരു 10, 15, 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടാകും. ഇതിപ്പോൾ വിദഗ്ധർ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം വ്യക്തതക്കുറവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നേരത്തെ സീസ്മോളജി വിഭാഗം മേധാവി തന്നെ ഞങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഉരുൾപൊട്ടലിന്റെ തുടർച്ചയായി മണ്ണിലുണ്ടാകുന്ന അനക്കങ്ങൾ, മാറ്റം, ആ രൂപത്തിലാണ് ഈ ശബ്ദത്തെ കാണേണ്ടത്. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് താങ്കളും പറയുന്നു, അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. താങ്കൾ പറയുന്നത് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുമായി ബന്ധമേ ഇല്ല ഈ ഉഗ്രശബ്ദത്തിനെന്നാണ്, അല്ലേ? കാരണം ഉരുൾപൊട്ടൽ എന്തായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ കാരണം, ഉരുൾപൊട്ടൽ ഒരു ചെറിയ സ്ഥലത്തുണ്ടാകുന്ന പ്രതിഭാസമാണ്. പക്ഷേ ഇത് നിങ്ങൾ ഇന്ന് നോക്കി, ഇന്ന് മലപ്പുറത്തുണ്ടായി,
അതുകൂടാതെ കോഴിക്കോടുണ്ടായി, പാലക്കാടുണ്ടായി. ഈ സ്ഥലങ്ങളെല്ലാം ഒരു പ്രത്യേക ഒരു ഡയറക്ഷനിലാണ് വീഴുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ലീനിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മളെ കസ്റ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുണ്ടായിട്ട് മർദ്ദം റിലീസ് ചെയ്തതാണ്. പക്ഷേ ഭൂകമ്പ മാപിനിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭൂകമ്പം അല്ല ഉണ്ടായത്. അത് ശരിക്കും കാരണം ഇത് കാറ്റഗറിക്കായിട്ട് പറയാൻ കാരണം ഇങ്ങനെ ലീനിയമെൻ്റായിട്ട് അല്ലെങ്കിൽ ലീനിയറായിട്ട് ഈ സാധനം കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അനുഭവസ്ഥർ പറഞ്ഞ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ശരി, ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നില്ല, ശ്രീ മുരളീധരന്റെ അഭിപ്രായത്തോടെന്ന് അറിയാം, താങ്കൾക്ക് പറയാം. ഞാൻ യോജിക്കുന്നില്ലെന്നല്ല, സീസ്മിക് സെൻറ്ററിൽ നിന്ന് വന്നിട്ടുള്ള അഭിപ്രായം വേറെയാണ്. മറ്റ് എർത്തക്വേക്കുമായി ബന്ധപ്പെട്ട പല വിദഗ്ധരും മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ സയൻറ്റിഫിക് മേഖലയിൽ പല ചർച്ചകളും ഇതുപോലെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വീണ്ടും കൺസേഴ്സിലെത്തേണ്ടതാണ്. ഞാനപ്പോൾ മുരളീധർ സാറിനോട് വീണ്ടും ചോദിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ എർത്തക്വേക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ സോൺ 3 നമ്മൾ കേരളം കിടക്കുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് സോൺ 2 പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്. സാറ് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. സോൺ 3 ഇത് കിടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ ഞാൻ അറിയുന്നത്. അപ്പോൾ അത് 3 സാർ 5.5 മുകളിലോട്ട് എർത്തക്വേക്ക് ഉണ്ടാകും. അത് 5.5 തൊട്ട് 6 വരെ ഉണ്ടാവുന്ന. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഞാൻ പറഞ്ഞ 5.5 അല്ല. ഞാൻ പറഞ്ഞതല്ല റിച്ചർ സ്കെയിലല്ല. അതായത് അല്ലല്ല, ഞാൻ പറഞ്ഞിട്ട് സാർ, ഇന്ത്യൻ സീസ്മോളജി സെൻറ്ററും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമൊക്കെ ഇറക്കിയിരിക്കുന്ന ഈ നോട്ടുകളിലും GSAയുടെയൊക്കെ നോട്ടുകളിലും എല്ലാ കാര്യങ്ങളിലും ഈ ക്ലാസിഫൈ ചെയ്ത സ്റ്റേറ്റുകളിൽ കിടക്കുന്നത് കേരളം സോൺ 3 കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. അല്ല, ഞാനൊരു തർക്കത്തിന് പറഞ്ഞതല്ല. അപ്പോൾ സോൺ 3 അത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലിറ്ററേച്ചർ എല്ലാം. 1 2 എന്നുള്ള കാര്യം ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പക്ഷേ ഇത് നമ്മൾ ഒരു മാക്സിമം ഡിബേറ്റ് അല്ല. ഞാൻ സാറുമായിട്ട് അക്കാഡമിക് ഡിബേറ്റ് ഇല്ല. ഞാൻ ആദ്യമേ പറയാം, ദർ ഇസ് നോ അക്കാഡമിക് ഡിബേറ്റ്. അതെ, വിവരം ഷെയർ ചെയ്തു. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതെ, ഒള്ളി ഷെയർ ചെയ്തേ ഉള്ളൂ. അല്ല, ഒള്ളി ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് പിന്നീട് തർക്കമല്ല, അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം വിശദീകരിച്ചു. ഞാൻ പറയാം സാർ, അത് ഗൂഗിളിൽ കിടക്കുന്നതും സോൺ 3 ആണെന്നാണ് സാർ. ഗൂഗിളിൽ കിടക്കുന്നത് സോൺ 3 ആണ് സാർ. ആണോ? അപ്പോൾ സോൺ 3 ആണെങ്കിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു ശ്രീ മുരളീധരൻ? അതുകൂടി ശ്രീ മുരളീധരൻ. അല്ല, ഇതല്ലേ ഞാൻ പറയണ്ട. സോൺ 3 എന്ന് സോൺ 3 ഗൂഗിളിൽ കിടക്കുന്നത്. ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാനൊന്ന് പറയട്ടെ സാർ, പ്ലീസ്. വേഗം പറഞ്ഞോളൂ ശ്രീ സുഭാഷ്. സാർ, ഞാനൊന്ന് പറയട്ടെ സാർ, പ്ലീസ് സാർ. അതായത് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് പറയുന്നത്. സോൺ 3 കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത് ഓരോ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ സാർ, പ്ലീസ് സാർ, ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പഠനങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് തീർച്ചയായിട്ടും പല കാറ്റഗറൈസേഷനും ക്ലാസിഫിക്കേഷനും വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ നമ്മൾ നോക്കിയാലോ ഒന്ന് മിസ്റ്റേക്ക്, ഞാനും ചിലപ്പോൾ നോക്കിയാലോ ഒന്ന് മിസ്റ്റേക്ക് ആയിരിക്കും. അതൊരു തർക്ക വിഷയത്തിലേക്ക് പോകണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സീസ്മോളിക് സെൻറ്ററിൻ്റെ ഹെഡും അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിപ്പം അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഒരു വിഷയമുള്ളത്, സാറ് പറയുന്ന ലീനിയൻമെൻറ്റും പല സ്ഥലങ്ങളിൽ ഉണ്ടായ ഒരു കാര്യം വെച്ചിട്ടാണ് സാർ പറയുന്നത്. പക്ഷേ ഉരുൾപൊട്ടലുണ്ടായാൽ, ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോഴും സ്വാഭാവികമായി അതുമായി അനുബന്ധമായി പല കാര്യങ്ങളും സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ കോട്ടിംഗ് അല്ല, സീസ്മോളജി സെൻറ്ററിൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പഠനങ്ങൾ നടക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂകമ്പവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഉരുൾപൊട്ടൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ വിചാരിച്ച കുറേ കൂടി കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഭൂകമ്പം അങ്ങനെ കയറി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗ്ഗമുള്ളൂ. ശരി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് സേഫായ കാര്യങ്ങൾ ഗവൺമെൻറ്റും വിദഗ്ധരും പഞ്ചായത്തും ഒക്കെ പറയുന്ന അനുസരിച്ചുള്ള തീരുമാനം, നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാവരും ഇവർ പറയുന്ന തീരുമാനം, ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് അസൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാഷ്വാലിറ്റി ഉണ്ടതിന് ശേഷം നമ്മൾ രക്ഷപ്പെടാമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണോ വിദഗ്ധരും മോളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഒരുപോലെ എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ശ്രീ മുരളീധരൻ, ഇപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. താങ്കൾ ഇതൊന്ന് വിശദീകരിക്കണം. സോൺ 3 ശ്രീ മുരളീധരൻ അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? പുള്ളിയുടെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കിയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ഡാമേജസിനെ വെച്ചിട്ടാണ് നമ്മൾ സോൺ തിരിക്കുന്നത്. സോൺ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാർ കേൾക്കുന്ന സൗണ്ട്,
ഇങ്ങനെയുള്ള റാറ്റിലിംഗ് സൗണ്ട്, ഭൂമിയിൽ കാലിൽ കൂടി ഒരു തരിപ്പ്, ഇങ്ങനെയൊക്കെയാണ് സാറിന് സോൺ 1-ലും സോൺ 1, 2, 3-ലൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഡാമേജ് വരുന്നത് ചിലപ്പോൾ വീടിനൊക്കെ ഡാമേജ്, ഒരുപാട് ബ്രേക്കിംഗ് ഉണ്ട്, ക്രാക്സ് ഉണ്ടാവും. അങ്ങനെ അതെല്ലാം സോൺ 2-ൽ വരും. സോൺ 3-ൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡാമേജ് വരും. സോൺ 4-ൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരു പ്രതിഭാസം പോലെയൊക്കെ ഉണ്ടാകും. റോഡുകളെല്ലാം വിണ്ട് കീറും, ഭൂമിയെല്ലാം വിണ്ട് കീറും. ഫോൺ 5-ൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വളരെ സിവിയർ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാകും. വ്യക്തമാണ് ശ്രീ മുരളീധരൻ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വീടുകൾക്ക് ക്രാക്ക് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ഉഗ്രശബ്ദം മാത്രമായിരുന്നു, ഒരു പ്രകമ്പനം മാത്രമായിരുന്നു. അത് പക്ഷേ കൂടുതൽ മേഖലകളിൽ ഒരേ സമയം കണ്ടു എന്നിടത്താണ് ഒരു ആശങ്ക പടർന്നത്. പക്ഷേ ഇത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന എല്ലാ വിഭാഗവും ഒരുപോലെ തന്നെ ഈ ഘട്ടത്തിൽ പറയുന്നു. കൂടുതൽ ഒരു സ്ഥലത്ത് കൂടുതൽ ലീനിയർ ഫോൺ പാറ്റേണിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഒരു മദർ റിലീസ് ചെയ്തതാണ്. ഉരുൾപൊട്ടലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കോറിലേഷൻ ഇതിനകത്തില്ല. കേട്ടല്ലോ ശ്രീമതി സ്മിത. ഇപ്പൊ നിലവിൽ ഏതായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ ചന്ദ്രബാബു, താങ്കളോടും അത് തന്നെയാണ് പറയാനുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ എന്തായാലും ജാഗ്രതയോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ പഠനങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ. വളരെ നന്ദി ശ്രീ സി മുരളീധരൻ, ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ഇ ചന്ദ്രബാബു, സ്മിത ചർച്ചയിൽ പങ്കെടുത്തതിന്.